നന്ദ, നീ ദേവികയെ വിളിച്ചോ? വിളിച്ചില്ലമ്മേ. അതെന്താ വിളിക്കാത്തെ? നീ അവളെ വിളിക്കണം. ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാനമ്മേ? നീ അവിടേക്ക് ചെല്ലാന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അവിടെ ചെന്നാൽ അത് ശരിയല്ലല്ലോ. ശാരികയ്ക്ക് പ്രേമബന്ധം ഉണ്ടെന്നറിഞ്ഞത് ദേവികയെയാ കൂടുതൽ വിഷമിപ്പിച്ചിരിക്കുന്നേ. ഒരുപാട് തെറ്റിദ്ധാരണകൾ രാധികയ്ക്കും ദേവികയുടെ അച്ഛനും ഉണ്ടാവും. കല്യാണത്തിന് വാക്ക് കൊടുത്തിട്ട് അവസാന നിമിഷം അതിൽ മാറുകാന്ന് വെച്ചാ കുറ്റപ്പെടുത്തൽ ദേവികയുടെ മേലാണ് വന്നു വീഴുന്നതെന്ന് ദേവികയ്ക്കും തോന്നൽ വരും. ഇനി രാത്രിയിൽ പോണ്ട, നീ ഒന്ന് വിളിക്കേ, വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കേ. അമ്മേ, ദേവിക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ഞാനല്ലേ ശാരിയുടെ പ്രണയത്തിന്റെ കാര്യം വിളിച്ചു പറഞ്ഞത്. അതൊന്നും സാരമില്ല. ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു. ഇങ്ങനെ സങ്കടപ്പെടുത്തി എല്ലാരോടായിട്ട് പറയണ്ടായിരുന്നു. നീ എന്തായാലും ദേവികയോട് സംസാരിക്ക. ഒന്നാമത് ദേവികയ്ക്ക് നമ്മൾ രണ്ടു പേരോടും വിഷമവും ദേഷ്യവും ഉണ്ട്. അതിന് കാരണവുമുണ്ട്. ഒരിക്കലും ദേവികയെ കുറ്റം പറയാൻ പറ്റില്ല. അത്ര വലിയ നീതികേടാ നമ്മൾ ദേവികയോട് കാണിച്ചത്. പലപ്പോഴും ഞാൻ ആലോചിച്ചതാമേ, എല്ലാം ദേവിയോടങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന്. ദേവിയുടെ സങ്കടം കാണുമ്പോൾ പറയാൻ തോന്നും. പക്ഷെ പിന്നീടുണ്ടാവുന്ന സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ വാക്കുകളൊന്നും പുറത്തു വരില്ല. വരട്ടെ, എല്ലാം തുറന്നു പറയാൻ നമുക്ക്. കെവിനോടും ഇസബലോടും ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം. അവള് സമ്മതിക്കില്ല. ദേവി അറിഞ്ഞാ ഞാൻ ചിലപ്പോൾ അകത്തു പോവും. എന്നാലും വേണ്ടില്ല, ദേവി അറിയണം. പിന്നീടാവട്ടെ, നീ വിഷമിക്കണ്ട. എല്ലാ പ്രശ്നങ്ങളൊന്ന് തീരട്ടെ, ഞാൻ തന്നെ പറയാം. ആദ്യം നീ ദേവിക്കൊന്ന് വിളിക്കേ, ചെല്ല്. you.